ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയെ തകർക്കാനായി വിജയ് ശങ്കറും ചന്ദ്രയും കൂടി ഒരു പ്ലാൻ ഇടുകയാണ്. അതിൽ ലക്ഷ്യം വെക്കുന്നത് മുകുന്ദനെയാണ്. മുകുന്ദന് പണി കൊടുക്കാനായി കൂട്ടുനിൽക്കാൻ ആവശ്യപ്പെടുന്നത് രുക്കുവിനോടാണ്. രുക്കുവിനാണെങ്കിൽ പണ്ട് തൊട്ടേ മുകുന്ദനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് രുക്കുവിന്റെ കരണത്ത് മുകുന്ദൻ തല്ലിയതുകൊണ്ടും മുകുന്ദന് പണി കൊടുക്കാനായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് രുക്കു അങ്ങനെ ചന്ദ്രയ്ക്ക് വാക്കുകൊടുക്കുകയാണ്. അങ്ങനെ രുക്കു എന്താണ് ചെയ്യേണ്ടത് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുകുന്ദൻ ഒന്നുകൂടി നിന്നെ തല്ലണം, അതിനുള്ള അവസരം ഉണ്ടാക്കണം, അമ്പാട്ട് വീട്ടിൽ വെച്ച് തന്നെ അതുണ്ടാവണം. ആ സമയം അച്ചുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മാറ്റും. അങ്ങനെ മുകുന്ദനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവും. ഇതോടെ എന്തായാലും മുകുന്ദനിട്ട് പണി കൊടുക്കാൻ നല്ലൊരു അവസരമാണ്, നീ അത് വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയുന്നതും രുക്കു ഞാൻ ഏറ്റു, ഈ പ്ലാൻ എന്തായാലും ഞാൻ സക്സസ് ആക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ രാവിലെ രമ്യ മുകുന്ദന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. മുകുന്ദൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രുക്കു വരികയാണ്. ഇതാണ് പറ്റിയ അവസരം, ഇപ്പൊ തന്നെ മുകുന്ദനുള്ള പണി കൊടുക്കാമെന്ന് കരുതി രുക്കു അങ്ങനെ തനിക്കുള്ള പാഴ്സൽ ഫുഡുമായി മുകുന്ദന്റെ ഓപ്പോസിറ്റായി ടേബിളിന്റെ അടുത്ത് ഇരിക്കുകയാണ്. അടുത്ത് തന്നെ രമ്യയും നിൽക്കുന്നുണ്ട്. രുക്കു വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ എത്തിത്തീരുകയാണ്. രുക്കു മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ മുകുന്ദൻ ഒടുവിൽ രുക്കുവിനെ പിടിച്ച് തല്ലുന്നുണ്ട്. രുക്കു അപ്പൊ തന്നെ അത് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ്. അങ്ങനെ അച്ചു ഇല്ലാത്ത സമയം നോക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുകുന്ദനെ വന്ന് മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ മുകുന്ദനെ അറസ്റ്റ് ചെയ്തത് സുമിത്ര ടീച്ചറും ജെയ്ക്കയും അറിയുന്നുണ്ട്. ജെയ്ക്കയാണ് ടീച്ചറോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതെല്ലാം കേട്ടതിനു ശേഷം സുമിത്ര ടീച്ചർക്കാണെങ്കിൽ അർച്ചനയുടെ കാര്യങ്ങൾ ഓർത്ത് ആകെ സങ്കടാവുകയാണ്. ഞങ്ങളുമാരെന്ന് പറഞ്ഞാൽ അർച്ചനയ്ക്ക് ജീവനാണ്, പാവം അതിനിപ്പോൾ എന്തോ ഒരു കഷ്ടകാലമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അച്ചുവിന്റെ പ്രശ്നം കഴിഞ്ഞു തീരും മുന്നേ ഇതാ മുകുന്ദനും പ്രശ്നം വന്നിരിക്കുന്നു. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല അർച്ചനയ്ക്ക് എന്നൊക്കെ വളരെ സങ്കടത്തോടെ സുമിത്ര ടീച്ചർ അങ്ങനെ ജെയ്ക്കയോട് പറയുകയാണ്. സുമിത്ര ടീച്ചർ പറയുന്നതെല്ലാം ജെയ്ക്ക് അങ്ങനെ കേട്ടു നിൽക്കുന്നുണ്ട്. പിന്നീട് മുകുന്ദനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതറിഞ്ഞ് അർച്ചന ആകെ ഓടിപ്പിടഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി മുകുന്ദന് വേണ്ടി ജാമ്യം എടുക്കുകയാണ്. ആ സമയം മുകുന്ദന്റെ കൂടെ അച്ചുവുമുണ്ട്. എന്നാൽ ഈ കാഴ്ച കണ്ട് സന്തോഷിക്കാനായി അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും എത്തുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് അർച്ചനയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒടുവിൽ മുകുന്ദനെ അറസ്റ്റ് ചെയ്തത് അച്ചു തന്നെയാണ്. നാളെ ഇതുപോലെ അച്ചുവിന് നിന്നെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിനുള്ള സാഹചര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ആ സാഹചര്യം ഉണ്ടാക്കും, നീ ഓർത്തു വെച്ചോ എന്ന് താക്കീതോടെ വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് പറയാണ്. ഈ പ്രശ്നത്തിലെങ്കിലും അർച്ചന വിജയ് ശങ്കറിന്റെയും ചന്ദ്രയുടെയും രുക്കുവിന്റെയും എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാം. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.